ഹായ് എവ്രിവൺ. ക്വാണ്ടം മെക്കാനിക്സ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആവശ്യമാണ്. ഈ പോസ്റ്റുലേറ്റ്സിൻ്റെ ബേസിലാണ് ക്വാണ്ടം മെക്കാനിക്സ് ഓപ്പറേഷണൽ ആവുന്നത്. സോ ആ പോസ്റ്റുലേറ്റ്സ് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിസ്റ്റം കൺസിഡർ ചെയ്യാണ് വിച്ച് ഇസ് മൂവിങ് ഇൻ വൺ ഡയറക്ഷൻ, സേ അലോങ് ദ ആക്സിസ് എക്സ്. ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് പറയാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേവ് ഫംഗ്ഷനെയാണ് യൂസ് ചെയ്യാറുള്ളത്. ദാറ്റ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സിൻ്റെയും ടീൻ്റെയും വേരിയബിളാണ്. അതായത് പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഒരു വേരിയബിളായിട്ടുള്ള വേവ് ഫംഗ്ഷൻ സൈ ആണ് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത്, ഈ സ്റ്റേറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ വേവ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് സൈ, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡോ സൈ ബൈ ഡോ എക്സ്, അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഈ മൂന്ന് വേവ് ഫംഗ്ഷൻസിൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഫൈനൈറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിരിക്കും. ഈ മൂന്ന് കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിലെ വേവ് ഫംഗ്ഷൻ സൈ എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ നോർമലൈസ്ഡ്? ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷനും അതിൻ്റെ തന്നെ കോംപ്ലക്സ് കോൺജുഗേറ്റിൻ്റെയും പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് 1 ആയിരിക്കും. സോ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന എല്ലാ വേവ് ഫംഗ്ഷൻസിനെയും നമുക്ക് പറയാം നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. മാത്തമാറ്റിക്കലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നത് ഇൻ്റഗ്രൽ -∞ to ∞ psi star x of t psi of x of t dx equal to 1. ഇനി ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തേർഡ് പോസ്റ്റുലേറ്റ്, ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. സോ ഒരു ഓപ്പറേറ്റർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ആണ് എന്ന് പറയണമെങ്കിൽ ആ ഓപ്പറേറ്റർ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഓപ്പറേറ്റർ എ ക്യാപ് ഹെർമീഷ്യൻ ആണെന്ന് പറയണം എങ്കിൽ ഇൻ്റഗ്രൽ സൈ ഐ സ്റ്റാർ എ ക്യാപ് സൈ ജെ ഡി എക്സ് എന്ന് പറയുന്നതും ഇൻ്റഗ്രൽ സൈ ജെ എ ക്യാപ് സൈ ഹോൾ സ്റ്റാർ ഡി എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം. ഇവിടെ സൈ ഐയും സൈ ജെയും രണ്ട് ഡിഫറെൻറ്റ് വേവ് ഫങ്ഷൻസ് ആണ്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്സിനെയാണ്. അതായത് ഒരു പാർട്ടിക്കിളിനെയോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെയോ അതുമല്ലെങ്കിൽ ഒരു മോളിക്യൂളിനെയോ ആവും ഇവ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക. ഫോർത്ത് പോസ്റ്റുലേറ്റിൽ പറയുന്നത് നമ്മുടെ ഓപ്പറേറ്ററിന് സ്വീകരിക്കാവുന്ന വാല്യൂസിനെ കുറിച്ചാണ്. സോ അത് ഈഗൻ വാല്യൂസ് ആയിരിക്കും സ്വീകരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ഈഗൻ വാല്യൂ എ ഐ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എ ക്യാപ് സൈ ഐ ഈസ് ഈക്വൽ ടു എ ഐ ഇൻറ്റു സൈ ഐ. നമ്മൾ സൈ ഐൻ്റെ മേലെ ഒരു ഫംഗ്ഷൻ പ്രയോഗിക്കുന്നു, അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷനെ ഒരു കോൺസ്റ്റൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈ ഐ എന്ന് പറയുന്നത് ഒരു ഈഗൻ ഫംഗ്ഷനും ആ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് എ ഐ എന്ന് പറയുന്നത് ഒരു ഈഗൻ വാല്യൂവും ആയിരിക്കും. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ പറയുക ഈഗൻ വാല്യൂ ഇക്വേഷൻ. ക്വാണ്ടം മെക്കാനിക്സിലെ ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് പറയുന്നത് ഓപ്പറേറ്റർ എയുടെ ആവറേജ് വാല്യൂവിനെ കുറിച്ചാണ്. ഓപ്പറേറ്ററിൻ്റെ ആവറേജ് വാല്യൂവും ഓപ്പറേറ്ററും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഫിഫ്ത്ത് പോസ്റ്റുലേറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ആവറേജ് എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ സൈ സ്റ്റാർ എ ക്യാപ് സൈ ഡി എക്സ്. ഫോർ എക്സാമ്പിൾ, പൊസിഷൻ ഓപ്പറേറ്റർ ആയിട്ടുള്ള എക്സ്, അതിൻ്റെ ആവറേജ് വാല്യൂ നമ്മൾ കാണുന്നത് ആവറേജ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ സൈ സ്റ്റാർ എക്സ് ക്യാപ് സൈ ഡി എക്സ്. കമ്മിങ് ടു സിക്സ്ത് പോസ്റ്റുലേറ്റ്, ഇവിടെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്ററും അതുപോലെ തന്നെ അതിന് ക്ലാസിക്കൽ വേരിയബിൾസിൻ്റെ ടേംസിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതായത് ആ വേരിയബിൾസ് നമ്മൾ എങ്ങനെയാണ് ഒരു ഓപ്പറേറ്ററായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഈ ഒരു ടേബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ
എക്സ് എന്ന് പറയുന്ന വേരിയബിൾ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്ററാണ് എക്സ് ക്യാപ്. അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജസ്റ്റ് ആ ഫംഗ്ഷൻ എക്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൊമെൻറ്റം ആണെങ്കിലോ പി എക്സ് ക്യാപ്പ് ആണ് ഓപ്പറേറ്ററായിട്ട് വരിക. നമ്മൾ ഓപ്പറേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം, അതിനെ മൈനസ് ഐ എച്ച് കട്ട് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ ആകുമ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ എക്സ് സ്ക്വയർ. ഇനി ടി ആണെങ്കിൽ, ടൈം ആണെങ്കിൽ ഇറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ടി. എനർജി ആണെങ്കിൽ ഐ എച്ച് കട്ട് ഡോ ബൈ ഡോ എക്സ്. 7th പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആയിട്ടുള്ള സൈ ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എന്നാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ബൈ എച്ച് ക്യാപ് സൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ഓഫ് എക്സ് ടി ഡിവൈഡഡ് ബൈ ഡോ ടി. ഇവിടെ എച്ച് ക്യാപ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ള ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററാണ്. സോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ.